ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC ബുള്ളറ്റിൻ മെയ് 1st എഡീഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അത്യാവശ്യം നല്ല കറണ്ട് അഫയേഴ്സ് ഉണ്ട് കേട്ടോ അതിൽ. പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരം കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിക്കാണ് ലഭിച്ചിരിക്കുന്നത്. പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരം കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിക്കാണ് ലഭിച്ചിരിക്കുന്നത്. സാഹിത്യകാരൻ സാമുവൽ മേനയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള സാമുവൽ മേന പുരസ്കാരം സംവിധായകൻ ബ്ലെസ്സിക്കാണ് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. സാഹിത്യകാരൻ സാമുവൽ മേനയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള സാമുവൽ മേന അവാർഡ് ആർക്ക് ലഭിച്ചു? സംവിധായകൻ ബ്ലെസ്സിക്കാണ് ലഭിച്ചത്. ഭാരതീയ ഭാഷാ പരിഷത്തിൻ്റെ മലയാള വിഭാഗത്തിലെ യുവ പുരസ്കാരത്തിന് എഴുത്തുകാരി ജിൻഷ ഗംഗയാണ് അർഹയായിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഭാരതീയ ഭാഷാ പരിഷത്തിൻ്റെ മലയാള വിഭാഗത്തിലെ യുവ പുരസ്കാരത്തിന് എഴുത്തുകാരി ജിൻഷ ഗംഗയാണ് അർഹയായിരിക്കുന്നത്. ജിൻഷ ഗംഗ. ഈ വർഷത്തെ പത്മപ്രഭ പുരസ്കാരം നോവലിസ്റ്റ് ആർ രാജശ്രീക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ പത്മപ്രഭ പുരസ്കാരം ആർക്കാണ് എഴുതി വെച്ചോ? ആർ രാജശ്രീ കേട്ടോ. ആർ രാജശ്രീ. ഈ വർഷം 2026 പത്മപ്രഭ പുരസ്കാരം ആർക്ക് ലഭിച്ചു? ആർ രാജശ്രീ. 75,000 രൂപയും പത്മരാഗക്കല്ല് പതിച്ച ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് പറയുന്നത്. കഥകളി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കളിയച്ചൻ പുരസ്കാരം കഥകളി ഗായകൻ കലാമണ്ഡലം മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കാണ് ലഭിച്ചിരിക്കുന്നത്. കഥകളി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കളിയച്ചൻ പുരസ്കാരം കഥകളി ഗായകനായിട്ടുള്ള കലാമണ്ഡലം മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ അക്കിത്തം പുരസ്കാരം കവി വി മധുസൂദനൻ നായർക്കാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പത്മപ്രഭ പറഞ്ഞു, പിന്നെ അക്കിത്തം പുരസ്കാരം കേട്ടോ, കളിയച്ചൻ പുരസ്കാരം പറഞ്ഞു. ഇനി അക്കിത്തം പുരസ്കാരം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? കവി വി മധുസൂദനൻ നായർക്കാണ് കേട്ടോ. മധുസൂദനൻ നായർ. കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ സുരേഷ് ദിവാകരൻ സംവിധാനം ചെയ്ത തിരുവനന്തപുരം അജന്ത തിയേറ്റർ ഗ്രൂപ്പിൻ്റെ വംശം മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കേരള സംഗീത അവിടെ കൊടുത്തിട്ടുണ്ട് വംശം. കേരള സംസ്ഥാന സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ സുരേഷ് ദിവാകരൻ സംവിധാനം ചെയ്ത തിരുവനന്തപുരം അജന്ത തിയേറ്റർ ഗ്രൂപ്പിൻ്റെ വംശം മികച്ച നാടകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പീറ്റർ മജാർ ഹംഗറിയുടെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഹംഗറിയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? പീറ്റർ മജാറാണ് കേട്ടോ. പീറ്റർ മജാറാണ് ഹംഗറിയുടെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സമ്രാട്ട് ചൗധരി ബീഹാർ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു കേട്ടോ. സമ്രാട്ട് ചൗധരിയാണ് ബീഹാർ മുഖ്യമന്ത്രി. സമ്രാട്ട് ചൗധരി ബീഹാർ മുഖ്യമന്ത്രി. ഹരിവംശ് നാരായൺ സിംഗ് രാജ്യസഭ ഉപാധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ രാജ്യസഭ ഉപാധ്യക്ഷനാരാണ്? ഹരിവംശ് നാരായൺ സിംഗ് ആണ്. ആദ്യമായാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരംഗം രാജ്യസഭ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആദ്യമായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരംഗം രാജ്യസഭ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അദ്ദേഹം ആരാണ്? ഹരിവംശ് നാരായൺ സിംഗ്, രാജ്യസഭ ഉപാധ്യക്ഷൻ. മറന്നു പോകരുതേ. KS സോമശേഖർ രാജ്യസഭാ സെക്രട്ടറിയായി നിയമിതനായി. അപ്പോൾ രാജ്യസഭാ സെക്രട്ടറി ആരാണ്? KS സോമശേഖർ. അതൊക്കെ എഴുതി വെച്ചേക്കണം കേട്ടോ. ചിലപ്പോൾ ഒരു ഭയങ്കര ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ കറണ്ട് അഫെയർ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടാവുക. KS സോമശേഖറാണ് രാജ്യസഭാ സെക്രട്ടറി കേട്ടോ. റോമൻ ഗോഫ്മാൻ ഇസ്രായേൽ ഇൻ്റലിജൻസ് ഏജൻസിയായ മൊസാദിൻ്റെ തലവനായി നിയമിതനായി. റോമൻ ഗോഫ്മാനാണ് ഇസ്രായേൽ ഇൻ്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള മൊസാദിൻ്റെ തലവനായി നിയമിതനായി. അപ്പോൾ മൊസാദിൻ്റെ തലവനാരാണ്? റോമൻ ഗോഫ്മാനാണ് കേട്ടോ. റോമൻ ഗോഫ്മാൻ. ലഫ്റ്റനൻറ്റ് ജനറൽ സൂസൻ കോയിൽ ഓസ്ട്രേലിയൻ ആർമിയുടെ പ്രഥമ വനിതാ മേധാവിയായി ചുമതലയേറ്റു. ലഫ്റ്റനൻറ്റ് ജനറൽ സൂസൻ കോയിൽ കേട്ടോ, ഓസ്ട്രേലിയൻ ആർമിയുടെ പ്രഥമ വനിതാ മേധാവിയായി ചുമതലയേറ്റു. കരസേനയുടെ ലക്നൗ ആസ്ഥാനമായ സെൻട്രൽ കമാൻഡിൽ ലഫ്റ്റനൻറ്റ് ജനറൽ റാങ്കിൽ ചീഫ് ഓഫ് സ്റ്റാഫായി തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ലഫ്റ്റനൻറ്റ് ജനറൽ CJ ജയചന്ദ്രനാണ് നിയമിതനായിട്ടുള്ളത്. ആ പേരൊക്കെ ഓർത്തു വെച്ചേക്കണേ, മലയാളിയാണ്. CJ ജയചന്ദ്രൻ. കരസേനയുടെ ലക്നൗ ആസ്ഥാനമായ സെൻട്രൽ കമാൻഡിൽ ലഫ്റ്റനൻറ്റ് ജനറൽ റാങ്കിൽ ചീഫ് ഓഫ് സ്റ്റാഫായി തിരുവനന്തപുരം സ്വദേശിയായ ലഫ്റ്റനൻറ്റ് ജനറൽ CJ ജയചന്ദ്രനാണ് നിയമിതനായിട്ടുള്ളത്. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അശോക് ലാഹിരി നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷനായി നിയമിതനായി. അപ്പോൾ നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷനാരാണ്? ഞാൻ ഒരു PYQ എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ ആരാണ്? നിലവിലെ അശോക് കുമാർ ലാഹിരിയാണ് കേട്ടോ. ഫുൾ നെയിം അശോക് കുമാർ ലാഹിരി എന്നാണ് കേട്ടോ. അശോക് കുമാർ ലാഹിരി.
ഒഡീഷയിലെ ലഖൻപൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോൾ ടു അമോണിയം നൈട്രേറ്റ് പദ്ധതി ആരംഭിക്കുന്നത്. അപ്പോൾ എവിടെയാണ് ആദ്യത്തെ കോൾ ടു അമോണിയം നൈട്രേറ്റ് പദ്ധതി ആരംഭിക്കുന്നത്? ഒഡീഷയിലെ ലഖൻപൂരിൽ കേട്ടോ. ഒഡീഷയിലെ ലഖൻപൂരിലാണ് ആദ്യത്തെ കോൾ ടു അമോണിയം നൈട്രേറ്റ് പദ്ധതി ആരംഭിക്കുന്നത്. മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവറില്ലാ പോഡ് ടാക്സിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നത്. മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവറില്ലാ പെയ്ഡ് ടാക്സിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നത്. പോഡ് എന്നാണോ പെയ്ഡ് എന്നാണോ അറിയുന്നത്? പെയ്ഡ് ടാക്സി എന്നായിരിക്കും കേട്ടോ. ലോകസഭയിലും നിയമസഭകളിലും 1/3 വനിതാ സംവരണം നടപ്പാക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് 2023 106 ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അതുപ്രകാരമാണ് ആർട്ടിക്കിൾ 334 എന്ന ഭരണഘടനയുടെ ഭാഗമായത്. ആർട്ടിക്കിൾ 334 ഭരണഘടന കേട്ടോ, 334A ഭരണഘടനയുടെ ഭാഗമായത്. ഇതേ ഉദ്ദേശത്തോടു കൂടിയാണ് 2026 ഏപ്രിലിൽ 131 ഭരണഘടനാ ഭേദഗതി ബിൽ കൊണ്ടുവന്നതും. അത് ഫെയിലായി പോവുകയാണ് കേട്ടോ ഉണ്ടായത്. ലോകസഭയിലും നിയമസഭകളിലും 1/3 വനിതാ സംവരണം നടപ്പാക്കാൻ വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 2023 106 ഭരണഘടനാ ഭേദഗതി കേട്ടോ. 2023 106 ഭരണഘടനാ ഭേദഗതി. അത് പ്രകാരം ഏത് ആർട്ടിക്കിളാണ് കൂട്ടിച്ചേർത്തത്? 334A ആണ് കൂട്ടിച്ചേർത്തത്. ഇനി ഇതേ ഉദ്ദേശത്തോടു കൂടി എന്ത് ചെയ്തു? 2026 ഏപ്രിലിൽ 131 ഭരണഘടനാ ഭേദഗതി ബിൽ കൊണ്ടുവന്നതും ഇതേ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. പക്ഷെ അത് എന്തുണ്ടായി? ഫെയിലായി പോവുകയാണ് ഉണ്ടായത്. IMFന്റെ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് റാങ്കിംഗ് പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളുടെ പട്ടികയിൽ ഇന്ത്യക്ക് 6ാം സ്ഥാനം. മുൻവർഷം 4ാം സ്ഥാനമായിരുന്നു. IMFന്റെ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് റാങ്കിംഗ് പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളുടെ പട്ടികയിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? 6ാമത്തെ സ്ഥാനമായി മാറി. മുൻവർഷം എത്രയായിരുന്നു? 4ാം സ്ഥാനത്തായിരുന്നു. എന്താണ്? അപ്പോൾ ഒന്നും കൂടെ നമ്മൾ പിന്നോട്ടം പോയില്ലേ, 6ാം സ്ഥാനത്തിലേക്ക് എത്തി. കരസേന മുൻ മേധാവി ജനറൽ മനോജ് നരവനെയുടെ പുതിയ പുസ്തകം ഏതാണ്? ദ ക്യൂരിയസ് ആൻഡ് ദി ക്ലാസിഫൈഡ് അൺഎർത്തിങ് മിലിറ്ററി മിത്സ് ആൻഡ് മിസ്റ്ററീസ് എന്നുള്ളതാണ് കേട്ടോ. മനോജ് നരവനെയുടെ പുതിയ പുസ്തകം ഏതാണ്? ദ ക്യൂരിയസ് ആൻഡ് ദി ക്ലാസിഫൈഡ് അൺഎർത്തിങ് മിലിറ്ററി മിത്സ് ആൻഡ് മിസ്റ്ററീസ് എന്നുള്ളതാണ് കേട്ടോ. 2026 ഏപ്രിലിൽ 69ാം പിറന്നാൾ ആഘോഷിച്ച് ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ ഗോറില്ലയായ ഫാറ്റു കേട്ടോ. അതവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ഫാറ്റുവിൻ്റെ കേട്ടോ. 2026 ഏപ്രിലിൽ 69ാം പിറന്നാൾ ആഘോഷിച്ച് ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ ഗോറില്ലയായ ഫാറ്റു കേട്ടോ. ഫാറ്റു എന്നാണ് അതിൻ്റെ പേര്. ഏറ്റവും പ്രായം കൂടിയ ഗോറില്ലയുടെ പേരെന്താണ്? ഫാറ്റു എന്നാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ മോക്ക് ടെസ്റ്റ് തരാം കേട്ടോ. മെയ് 1 15 കഴിഞ്ഞതിന് ശേഷം ജൂണിലെയും കൂടെ 2 എഡീഷൻ എടുത്തിട്ട് ഞാൻ 4 എഡീഷന് പോലെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് തരാം കേട്ടോ. ഇപ്പോൾ ഇത് അറിയുന്ന നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെറിയ നോട്ടാക്കിയിട്ട് പഠിക്കുക കേട്ടോ. വടക്കൻ സിക്കിമിലുണ്ടായ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ ഹിമസേതു. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓപ്പറേഷൻ ഹിമസേതു. വടക്കൻ സിക്കിമിലുണ്ടായ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ ഹിമസേതു എന്നാണ് കേട്ടോ. ഓപ്പറേഷൻ ഹിമസേതു. ദേശീയ പാതയോരത്തെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ദേശീയ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആരോഗ്യവൻ എന്നുള്ളതാണ് കേട്ടോ. ആരോഗ്യവൻ. ദേശീയ പാതയോരത്തെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ദേശീയ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആരോഗ്യവൻ എന്നുള്ളതാണ് കേട്ടോ. ആരോഗ്യവൻ. ഇനി സ്പോർട്സിലേക്കാണ് കേട്ടോ പോണത്. മോണ്ടെ കാർലോ മാസ്റ്റേഴ്സ് ടെന്നീസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറിനാണ് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. യാനിക് സിന്നർ. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. യാനിക് സിന്നർ. മോണ്ടെ കാർലോ മാസ്റ്റേഴ്സ് ടെന്നീസ് കിരീടം ഇറ്റലിയുടെ ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? യാനിക് സിന്നറിനാണ് ലഭിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മാർച്ചിലെ മികച്ച താരമായി സഞ്ജു സാംസണാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. മലയാളി ആയതുകൊണ്ട് ചോദിച്ചാലും ചോദിക്കും. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മാർച്ചിലെ മികച്ച താരമായി സഞ്ജു സാംസണാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. വിസ്ഡൺ അൽ മനോക്ക് ക്രിക്കറ്റിൻ്റെ കഴിഞ്ഞ വർഷത്തെ മികച്ച പുരുഷ ക്രിക്കറ്റ് താരമായി ഓസ്ട്രേലിയയുടെ മിച്ചൽ സ്റ്റാർക്കും മികച്ച വനിതാ ക്രിക്കറ്റ് താരമായി ഇന്ത്യയുടെ ദീപ്തി ശർമ്മയും തിരഞ്ഞെടുക്കപ്പെട്ടു. പഠിച്ചിരിക്കണേ. വിസ്ഡൺ അൽ മനോക്ക് ക്രിക്കറ്റിൻ്റെ കഴിഞ്ഞ വർഷത്തെ മികച്ച പുരുഷ ക്രിക്കറ്റ് താരമായി ഓസ്ട്രേലിയയുടെ മിച്ചൽ സ്റ്റാർക്കും
മികച്ച വനിതാ ക്രിക്കറ്റ് താരമായിട്ട് ഇന്ത്യയുടെ ദീപ്തി ശർമ്മയുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. സൈപ്രസിൽ നടന്ന കാൻഡിഡേറ്റ് ചെസ് ടൂർണമെൻറ്റിലെ ഓപ്പൺ വിഭാഗത്തിൽ ഉസ്ബെക്കിസ്ഥാൻ്റെ യാവോഹിർ സിന്ദ്രോവും വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ആർ വൈശാലിയും ജേതാക്കളായി. പ്രജ്ഞാനന്ദയുടെ സിസ്റ്ററാണ് ആർ വൈശാലി. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് അവർ രണ്ടാളെയും. ഞാൻ അവരുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. നല്ലൊരു നമ്മുടെ സംസ്കാരത്തെയൊക്കെ അവരുടെ സംസ്കാരത്തെയൊക്കെ മുറുക്കെ പിടിച്ചിട്ട് ജീവിക്കുന്ന ഒരു വലിയ ജാടയൊന്നും ഇല്ലാത്ത നല്ല രണ്ട് കുട്ടികളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടാളെ. അവരെ അമ്മയും ഭയങ്കര പവർഫുൾ ലേഡിയാണ്. അവരതുവരെ എത്തിച്ചു. അപ്പോൾ ഇതിലേക്ക് വരാം. സൈപ്രസിൽ നടന്ന കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെൻറ്റിലെ ഓപ്പൺ വിഭാഗത്തിൽ ഉസ്ബെക്കിസ്ഥാൻ്റെ യാവോഹിർ സിന്ദ്രോവും വനിതാ വിഭാഗത്തിൽ നിന്നാരാണ് ഇന്ത്യയുടെ ആർ വൈശാലിയും ജേതാക്കളായി. അണ്ടർ 12 ഫിഡെ ലോക റാപ്പിഡ് ചെസ്സിലെ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ലോക കിരീടം ചൂടി ഇന്ത്യയുടെ AS ഷർവാനിക. പഠിച്ചിരിക്കണം. അണ്ടർ 12 ഫിഡെ ലോക റാപ്പിഡ് ചെസ്സിലെ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ലോക കിരീടം ചൂടി ഇന്ത്യയുടെ ആരാണ്? AS ഷർവാനിക. ഇന്ത്യയിൽ നിന്നുള്ള കുട്ടിയാണ് AS ഷർവാനിക. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് പുരുഷ 2020യിലും വനിതാ 2020യിലും സ്വന്തമാക്കി സ്മൃതി മന്ദാന കേട്ടോ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് പുരുഷ 2020യിലും വനിതാ 2020യിലുമാണ് കേട്ടോ സ്വന്തമാക്കി സ്മൃതി മന്ദാന. ടെന്നീസ് താരങ്ങളായ സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസിനും ബെലാറൂസിൻ്റെ ആര്യന സെബലങ്കയ്ക്കും ലോറസ് കായിക പുരസ്കാരം. ഇമ്പോർട്ടൻ്റ് ആണ്. ലോറസ് കായിക പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്? ടെന്നീസ് താരങ്ങളായിട്ടുള്ള സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസിനും ബെലറൂസിൻ്റെ ആര്യാന സെബലങ്കയ്ക്കുമാണ് ലോറസ് കായിക പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, എഴുതി വെച്ചേക്കണേ. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് തരുമ്പോഴാണ് നിങ്ങൾക്ക് അത് പഠിക്കാൻ സുഖമായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റ് വരെ വെയിറ്റ് ചെയ്യുക. അതുവരെ ഈ പറഞ്ഞത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് കേട്ടോണ്ടിരിക്കുക കേട്ടോ. ഇൻഫോസിസിൻ്റെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡറായി പ്രമുഖ സ്പാനിഷ് ടെന്നീസ് താരം കാർലോസ് അൽക്കാരസ് നിയമിതനായി. ഇൻഫോസിസിൻ്റെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡറായിട്ടാണ് കേട്ടോ കാർലോസ് അൽക്കാരസ് നിയമിതനായിട്ടുള്ളത്. ഇൻഫോസിസിൻ്റെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? കാർലോസ് അൽക്കാരസ് കേട്ടോ. IPL ക്രിക്കറ്റിലും പുരുഷ 2020 ക്രിക്കറ്റിലും ഇന്ത്യക്കാരൻ്റെ ഉയർന്ന സ്കോർ നേടി KL രാഹുലാണ് ഇന്ത്യക്കാരൻ്റെ ഉയർന്ന സ്കോർ 152 റൺസ് നേടിയിരിക്കുന്നത്. IPL ക്രിക്കറ്റിലും പുരുഷ 2020 ക്രിക്കറ്റിലും ഇന്ത്യക്കാരൻ്റെ ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ് ആര് നേടി? KL രാഹുൽ. 6 ഭൂഖണ്ഡങ്ങളിലും അയൺമാൻ ട്രാക്കത്തലോൺ വിജയിക്കുന്ന മലയാളി എന്ന പദവിയിലെത്തി പുനലൂർ സ്വദേശിയായ സുരേഷ് സാം ചാണ്ടി. 6 ഭൂഖണ്ഡങ്ങളിലും അയൺമാൻ ട്രാക്കത്തലോൺ വിജയിക്കുന്ന മലയാളി എന്ന പദവിയിലെത്തി പുനലൂർ സ്വദേശിയായ സുരേഷ് സാം ചാണ്ടി. അതും ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് കേട്ടോ, മലയാളി ആയതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഈ മെയിൽ ഈ ഒരു പേജ് മാത്രമേ ഉള്ളൂ കറണ്ട് അഫെയർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കറണ്ട് അഫെയർ ഒക്കെ ഉണ്ട്. അതിൽ പത്മപ്രഭ പുരസ്കാരവും പിന്നെ അതുപോലെ തന്നെ കളിയച്ചൻ പുരസ്കാരം, മക്കിത്തൻ പുരസ്കാരം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പറഞ്ഞ പോലെ ഓപ്പറേഷൻ ഹിമസേതു, ആരോഗ്യവാൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ചെറിയ നോട്ടാക്കിയിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. പിന്നെ നമുക്ക് മോക്ക് ടെസ്റ്റിന് നമുക്ക് വീണ്ടും അത് പഠിക്കാം. പിന്നെ റിവിഷനായിട്ട് തരുമ്പോൾ ഞാൻ ഇതിൽ മോക്ക് ടെസ്റ്റ് ഇല്ലാത്ത പോയിൻറ്റും കൂടെ കൂടിയിട്ട് നമുക്ക് റിവിഷനും പഠിക്കാം കേട്ടോ. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും കൂട്ടുകാരെ, താങ്ക് യു.